സി നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ നമ്മൾ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട്. അപ്പം ട്വിൻ ഫ്ലെയിം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്കതിൽ ആ ഒരു പുൾസിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്ലി നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല, ലൈക്ക് ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഇതിൽ കുറച്ച് വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിലേഷൻഷിപ്പിൽ അവരെ കണ്ടു, ഒറ്റ നോട്ടത്തിൽ സ്പാർക്ക് ഉണ്ടായി, പിന്നീട് ഒരു വർഷം പുറകെ നടന്നു, മാരേജ് ലൈക്ക് പിന്നീട് അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 1.5 വർഷത്തിന് ശേഷം ഇവർ തമ്മിൽ സെപ്പറേഷൻ ഫേസിലായി. ദെൻ അതിനുശേഷം അവർ വേറെ മാരേജ് ചെയ്തു, ഈ ഒരു വ്യക്തിയും വേറെ മാരേജ് ചെയ്തു. നൗ ഹീസ് സെപ്പറേഷൻ ഫേസിലാണ്. ലൈക്ക് അതിനുശേഷം അവർ വീണ്ടും റിട്ടേൺ വന്നു. ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ട്വിൻ ഫ്ലെയിം. ഇവർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ല, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിലും അല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ ഡേയ്സിൽ പ്രേമിച്ചു, സിറ്റുവേഷൻസ് കാരണം പിരിയേണ്ടി വന്നു, 20 ഇയേഴ്സിന് സോഷ്യൽ മീഡിയ വഴി കണ്ടുപിട്ടി. ഇറ്റ്സ് നോട്ട് യുവർ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഇതും ട്വിൻ ഫ്ലെയിം ജേണി അല്ല. സി ട്വിൻ ഫ്ലെയിം ജേണി ഇറ്റ്സ് നോട്ട് സംവൺ ലൈക്ക് നിങ്ങൾ ചൈൽഡ്ഹുഡിൽ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നു, ഒരു പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് റിലേഷൻ ആവാം, വാട്ട് എവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ നോർമലായിട്ടത് ഈ ഒരു വ്യക്തികളെ ഈ 2 സിറ്റുവേഷൻസിൽ പറഞ്ഞതും കാർമിക്സ് ആണ്, ട്വിൻ ഫ്ലെയിം അല്ല. ബിക്കോസ് ഒരിക്കലും നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങളുടെ ലോ വൈബ്രേഷനിൽ മീറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ അതിൽ പഠിച്ചു ലെസൺ. ഇപ്പം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ റിലേഷൻ ബ്രേക്ക് ചെയ്തു, വേറൊരാൾ മാരേജ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പോലെ തന്നെ ഇപ്പം വാട്ട് എവർ നിങ്ങൾ അവരുമായിട്ട് സെപ്പറേഷൻ ഫേസിലായി, ബ്രേക്കപ്പ് ഇപ്പോൾ അവരുമായിട്ട് കണക്ഷൻ അല്ല, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസണാണ്. ഇപ്പോൾ നമ്മൾ പറയത്തില്ല ഒരു മഴ പെയ്യുന്നതിനപ്പുറം ഒന്ന് കാർമേഘം കൂടി ഇരുളുന്നുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളുടെ ലൈഫിലെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഊട്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു ടൈമിൽ നിങ്ങൾ സെൽഫ് സെൻറ്റേർഡ് ആവും, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ ഒരു സെൽഫ് ലവ് ആണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ ലോ വൈബ്രേഷനിൽ നിങ്ങൾ നിൽക്കുന്ന ഏതൊരു ലോ വൈബ്രേഷനിലും നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എപ്പോഴും എന്തൊരു കാർമിക്സ് വന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് ലെസൺ ലേൺ ചെയ്യുമ്പോഴാണ് പിന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യിക്കില്ല. മനസ്സിലായോ? ഓഫ് കോഴ്സ് ആ ഒരു ലേഡിയും അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും അവരും കുറേ ലെസൺ ലേൺ ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിലും. സോ എല്ലാത്തിനും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹയർ എനർജി വേണം. ട്വിൻ ഫ്ലെയിം എനർജി ഹയർ എനർജിയാണ്. ആ ഒരു എനർജി, ആ ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ നിങ്ങൾ മീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, 1 മിനിറ്റ്. എന്തായാലും നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കാർമിക്സിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സോൾ നിങ്ങൾ ഇത്രയും കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ടാവും. കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കർമാസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ ഡീൽ ചെയ്യുന്നവരൊക്കെ കാർമിക്സ് ആയിരിക്കും നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ചിലവരൊക്കെ വർഷങ്ങളായിട്ട് കാർമിക് റിലേഷനിൽ നിൽക്കാറുണ്ട്. അതിനുശേഷം നൈസായിട്ട് ആ റിലേഷൻ പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് മെൻ ടു ബി എന്ന് വെച്ചാൽ അത് ശരിക്കും ആ ഒരു കണക്ഷൻ നിൽക്കണം എന്നുള്ളൊരു കണക്ഷൻ അല്ല ആ ഒരു മാരേജ് ലൈഫ് നിൽക്കണം എന്നുള്ളൊരു മാരേജ് ലൈഫ് അല്ല. കാരണം അതിൻ്റെ കർമ്മകൾ കഴിയുന്ന എത്ര കാലമാണോ അത്രയും കാലം അത് നിൽക്കുന്നുണ്ടോ, അതിനുശേഷം അത് സെപ്പറേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, അതാണ് മിക്കപ്പോഴും ട്വിൻ ഫ്ലെയിംസിൻ്റെ മാരേജ് ഒന്നും സക്സസ്ഫുൾ ആവാതിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിംസിന് എപ്പോഴും ട്വിൻ ഫ്ലെയിംസ് മാരേജ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ലൈഫിൽ പീസ് ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു സോള്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ സോള്, ഈ സോൾ ഒരിക്കലും അതിൻ്റെ സോൾ അല്ലാതെ വേറൊരു സോളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. കാരണം അതിനറിയാം നമ്മൾ മനുഷ്യർക്കാണ് ഒരു കോൺഷ്യസ്നെസ് ഇല്ലാത്തത്. പക്ഷേ സോളിന് നന്നായിട്ട് അറിയാം അത് എത്ര ബർത്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ട്വിൻ സോൾ ആരാണ്, അതിൻ്റെ യഥാർത്ഥ സോൾമേറ്റ് ആരാണെന്ന് സോളിന് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഓരോ അതിന് ശരിക്കും ഡ്രസ്സ് മാറുന്നത് പോലെയാണ് ഓരോ ജന്മങ്ങളും എന്ന് പറയുന്നത്. പക്ഷെ അതിനെപ്പോഴും സോളിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രിയേറ്റ് ചെയ്ത കാലം മുതൽ അതിന് ഒറ്റ പാർട്ട്ണറേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും, ട്വിൻ സോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിപ്പം
നിങ്ങളിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ നിന്നെന്ന് പറഞ്ഞാലും സോൾ ലെവലിലായിരിക്കും അത് ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ലൈഫ് അല്ലാതെ വേറൊരു ലൈഫ് ആ ഒരു സോളിന് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് സെപ്പറേഷൻ ഫേസിൽ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് സോൾ എപ്പോഴും വളരെ ഇതായിട്ട് ആഗ്രഹിക്കുകയാണ്, ലൈക്ക് ഈ സോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്കൊരിക്കലും ഈ ഒരു സോളിനെ സെപ്പറേറ്റ് ആവണം. ലൈക്ക് നമ്മളിപ്പം എന്താ പറയുക, അത് ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സെപ്പറേഷൻ ഫേസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നേ ഉണ്ടാവില്ല ഒട്ടും. നിങ്ങളുടെ ഒരു പാത എവിടെയോ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീഷൻ ഇല്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. അത് നിങ്ങളുടെ സോളിൻ്റെ ഒരു ക്രേവിംഗ് ആണ്. കാരണം അത് ആ ഒരു സെപ്പറേഷൻ എന്നുള്ള ആ ഒരു ഫേസ് അതിനെ ആ ഒരു സോളിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാണ് നമ്മൾ ഇന്നോവോക്സ് ചെയ്യുന്നത്. ആ ഒരു സോളിന് ശരിക്കും ആ ഇന്നോവോക്സ് ചെയ്യുമ്പോൾ ആ സോളിന് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു എനർജിയിൽ അതിന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ആ ഒരു എനർജീസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്വിൻ ഫ്ലെയിം ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ട്വിൻ ഫ്ലെയിം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളധികം ഓപ്പൺ അപ്പ് ആവാത്തൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അധികമായിട്ട് ക്ലോസ് ആവാത്തൊരു ഒരു മനുഷ്യനാണ്. സഡൻലി നിങ്ങളെന്താ നിങ്ങൾക്കറിയില്ല ഇറ്റ്സ് യുവർ ട്വിൻ ഫ്ലെയിം. നിങ്ങളൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നു, ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ലൈക്ക് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഈ ഒരു വ്യക്തി എനിക്കിതിന് മുമ്പ് അറിയാം. ശരിക്കും അത് നിങ്ങൾക്ക് അറിയാണ്ടല്ല, സോളിൻ്റെ നല്ല ലെവലിൽ അതറിയാം. ഈ ഒരു വ്യക്തി എനിക്ക് എൻ്റെ ട്വിൻ സോളാണെന്ന് സോളിനറിയാം. പക്ഷെ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു ടൈമിൽ സ്പിരിച്വൽ ആയിരിക്കില്ല, നിങ്ങൾ ഇന്നോവോക്സ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ടാവില്ല പ്രോപ്പറായിട്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയായിട്ട് എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡ്രീംസ് കാണുന്നുണ്ടാവും നിങ്ങളുടെ ട്വിൻ പാർട്ട്ണറിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയായിട്ട് എനർജറ്റിക് ലെവലിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ടാവും. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രീമിൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സിറ്റുവേഷൻസിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ അതാണ് ഒരു നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തോ ഒന്നും നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താണോ ഒരു കാര്യം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത്, ഓഫ് കോഴ്സ് നിങ്ങൾ ആരുടെ അടുത്ത് ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് ഷെയർ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അതിനോട്ടുള്ളൊരു ക്രീവിങ് വരുന്നുണ്ടാവും. ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും ഇറ്റ്സ് ലൈക്ക് എ ഹോം, ഒരു ഹോമി ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് ഈ ഒരു വ്യക്തിയോട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും, ഇവരെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ലൈക്ക് നിങ്ങൾക്ക് ഇൻറ്റൻഷനലി പോലും ആ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഹയർ എനർജീസ് ആയിരിക്കും ആ ഒരു ട്വിൻ ഫ്ലെയിമിനുള്ളത്. നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എപ്പോഴും നിങ്ങളോട് ഫൊർഗീവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ അതൊരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് ഫൊർഗീവ് ചെയ്ത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പറയുന്നുണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല, അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എപ്പോഴും അതും ഇതുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് എന്നാലും നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നുണ്ടാവും, ഇന്നർ നോയിങ് ഉണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്, എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് എപ്പോഴും വരുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലാത്ത നിങ്ങളുടെ ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ എന്താ പറയുക
എപ്പോഴും നല്ല, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എവർ ആയിട്ട് ഒരു വ്യക്തി ലീവ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു ടിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ആയെന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ അൺറിസോൾവ് ആയിട്ടുള്ള കർമാസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും തിരിച്ചു വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ നൈസായിട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് സ്കൂട്ടാകാമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് വരുന്നില്ലല്ലോ, ഓക്കെ പോയിട്ടുണ്ടാവും. ആ ഒരു എനർജിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ആൾ വീണ്ടും റിട്ടേൺ വരുന്നുണ്ടാവാം. സോ അവർക്ക് എപ്പോഴും ട്രൂ ടിൻ ഫ്ലെയിം കംസ് ബാക്ക് ഫോർ അൺറിസോൾവ്ഡ് കർമാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടി എഫിനെ മാരി ചെയ്യാൻ പറ്റുമോ? യെസ്, ടി എഫിനെ മാരി ചെയ്യാൻ പറ്റും. എപ്പോൾ മാരി ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായിട്ടൊരു വ്യക്തിയെ മാരി ചെയ്യാം, നൈസായിട്ട് മാരി ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ നിങ്ങൾക്ക് നൈസായിട്ട് മാരി ചെയ്യാൻ പറ്റില്ല. റീസൺ ഈസ് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം. ടിൻ ഫ്ലെയിം ജേണി ഈസ് വാട്ട്? ടിൻ ഫ്ലെയിം ജേണി മീൻസ് ടിൻ ഫ്ലെയിം ജേണി എപ്പോഴും നമ്മളെ ഡയറക്റ്റ് ആയിട്ട് സ്പിരിച്വൽ പാത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏത് തരത്തിലുള്ള സ്പിരിച്വൽ പാത്താണ്? ദ ക്രിയേറ്ററിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ഗോഡുമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയി ഗോഡിനെല്ലാം സറണ്ടർ ചെയ്ത് ഗോഡിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം നടക്കട്ടെ എന്നുള്ളൊരു എനർജിയിൽ എന്ത് കാര്യത്തിലും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഗോഡിന് കൊടുത്ത് നിങ്ങൾ ആ ഒരു എനർജി നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ മാരേജ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ എപ്പോഴും പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ നോട്ട് ഫോർ യുവർ ടിൻ ഫ്ലെയിം, നിങ്ങളുടെ യൂണിയന് വേണ്ടി നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഗോഡിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടാവണം ടിൻ ഫ്ലെയിം യൂണിയന് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവണം. നിങ്ങളുടെ ടിൻ ഫ്ലെയിം എന്താണോ നിങ്ങളോട് പറയുന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഹീൽ ചെയ്യുന്നുള്ളത് ത്രൂ മിറർ എക്സസൈസ്. ഓക്കെ, കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റീസും ഇല്ലാത്ത സമയത്ത് ടിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളാണ് ടിൻ ഫ്ലെയിം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് വേറൊരാളുമായിട്ട് പോകണം എന്ന് വിചാരിച്ചാൽ ടിൻ ഫ്ലെയിമും അതുപോലെ തന്നെ വേറൊരു റിലേഷനിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടിൻ ഫ്ലെയിം വേറൊരാളടുത്ത്. അതിൻ്റെ മീനിങ് എന്താ? ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് മിററിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും. നിങ്ങൾക്ക് അവരെ മാരേജ് ചെയ്യണം എന്നൊരു ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ അവർക്കും നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, ഈ മാരേജ് നടക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു മാരേജ് നടക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ടിൻ ഫ്ലെയിമും അത് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിലും ഇത് വരുന്നുണ്ടാവും, ഈ മാരേജ് നടക്കത്തില്ല, അങ്ങനെ ഒരു തോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് മാരേജ് ചെയ്യണം, നിങ്ങൾ യൂണിയന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനും ആ ഒരു മെസ്സേജ് സെയിം കൊടുക്കാൻ ശ്രമിക്കുക. യൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ് ചെയ്യണം, അതിലൊരു നെഗറ്റിവിറ്റീസും പാടില്ല. നമ്മൾ പറയില്ലേ ബിലീവ് ഇൻ ഇമ്പോസിബിൾ എന്ന് പറയത്തില്ലേ? പക്ഷേ ഈ ടിൻ ഫ്ലെയിം മാരേജ് ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മളെപ്പോഴും 24 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ അവിയലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ മൈൻഡിൽ. കാരണം ഒരു നോർമൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു 60,000 തോട്ട്സ് ആണ് വരുന്നുണ്ടെങ്കിൽ ഒരു ടിൻ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡ്സിലും ലക്ഷക്കണക്കിന് തോട്ട്സുകളും പ്ലസ് കുറച്ച് കാര്യങ്ങൾ പ്രോസസ്സിങ്ങും ആയിരിക്കും മൈൻഡിൽ. മനസ്സിലായോ? അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും മൈൻഡിൽ. ലൈക്ക് ഫുഡ് വേഗം കഴിക്കേണ്ടത് കൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ജേണിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊരു സ്പിരിച്വൽ പാത്താണ്. ചൂസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകൾ മാത്രമായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങളുടെ സോളും ഒത്തിരി അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളായിരിക്കാം. നിങ്ങൾ ഒരു പക്ഷേ യങ് ഏജിലായിരിക്കും ടിൻ ഫ്ലെയിം ജേണിയിൽ വരുന്നത്. നിങ്ങൾ വളരെ മെച്യൂർ ആകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ രീതികളും ഓരോ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്ന രീതികളും വളരെ മെച്യൂരിറ്റിയോട് കൂടിയായിരിക്കും. ഇറ്റ് മീൻസ് നിങ്ങളുടെ ഒരു സോൾ ഒരു 80,000 ഓഫ് ബർത്ത് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷമായിരിക്കും നിങ്ങൾ ലാസ്റ്റ് ടൈം ഇതിൽ ഒരു പക്ഷെ ടിൻ സോൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ബർത്ത് ആണ്. ലാസ്റ്റ് മോക്ഷത്തിലേക്കുള്ളൊരു പാതയാണ് ടിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ ടിൻ സോൾ ലാസ്റ്റ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പം എല്ലാ റിലീജിയനും പറയുന്ന പോലെ ഇതൊരു മോക്ഷത്തിലേക്കുള്ളൊരു മാർഗ്ഗമാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കർമ്മ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾ ജനിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിമും നിങ്ങളും ഒരേപോലെയൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ടിൻ ഫ്ലെയിം ആര് എർത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ഫോർഗെറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ സോളിനെല്ലാം ഓർമ്മയുണ്ട്. അൺറിസോൾവ് ആയിട്ടുള്ള കർമ്മ ആരുടെ കൂടെ ഉണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കണം, പിന്നെ യൂണിയനിലേക്ക് പോകണം. ഈ ഒരു ഗോളിലാണ് സോൾ എപ്പോഴും പോകുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോഴും ജേണിയിൽ എപ്പോഴും എല്ലാവരും ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനല്ലേ, അപ്പോൾ ലോജിക്ക് യൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇറ്റ്സ് നോട്ട്
നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്ത് പോകുന്നൊരു ജേണി അല്ല ഇത് നിങ്ങൾ എത്ര ലോജിക്ക് യൂസ് ചെയ്താലും ദൈവം വിചാരിക്കുന്ന രീതിക്കായിരിക്കും ഈ ജേണി പോവുക, യൂണിവേഴ്സ് വിചാരിക്കുന്ന രീതിക്കായിരിക്കും ജേണി പോവുക. സോ എത്രമാത്രം ലോജിക്കായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ ട്രൂ സെൽഫിലിരിക്കുന്നു അത്രമാത്രം പെയിൻ കുറഞ്ഞു വരുന്നു. നിങ്ങൾ എത്രമാത്രം ട്രൂ സെൽഫിലിരിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് സഫറിങ്, നിങ്ങളുടെ പെയിൻ കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതാ ഒരു പെയിൻ അല്ല, നിങ്ങളുടെ കൈ മുറിയുമ്പോൾ കിട്ടുന്ന ഒരു പെയിൻ. ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിനാണ്. നിങ്ങളുടെ സോൾ ലെവലിലുള്ള ഒരു പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. യെസ്, ആ ഒരു എനർജീസ്. സോ നിങ്ങൾ എപ്പോഴും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുക. ഇന്നോവോക്സ് അറിയത്തില്ലെങ്കിൽ ഇന്നോവോക്സ് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും കർമാസ് ചെയ്യുന്നുണ്ട്. ഈ സെപ്പറേഷൻ ഫേസ് ഒരിക്കലും എന്തായാലും മോശപ്പെട്ടിട്ടുള്ളൊരു ഫേസേ അല്ല. മനസ്സിലായോ? നിങ്ങൾ സെപ്പറേറ്റ് ആവുന്നത് നിങ്ങളുടെ കർമ്മകൾ ഫിനിഷ് ചെയ്യാനാണ്. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കർമ്മകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കർമ്മകൾ ഉണ്ടായിരിക്കാം. ഈ കർമ്മകളൊക്കെ നിങ്ങൾ ഈ പെയിൻ അനുഭവിക്കുന്നതിലൂടെ റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ഡിവൈൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങളെ വീണ്ടും റീകണക്ട് ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു ടൈമിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീകണക്ട് ആവുന്നുണ്ടാവും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട്. ബിക്കോസ് ഈ ഒരു ജേർണി നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കല്ല പോകുന്നത്, ഗോഡ് വിചാരിക്കുന്ന രീതിക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഡിസ്റെസ്പെക്റ്റ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം ജേർണിയിൽ. പക്ഷേ നിങ്ങൾ ഇതിന് മുമ്പ് ആരുടെ അടുത്ത് ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ഒന്നും സഹിച്ച് നിന്നിട്ടുണ്ടാവില്ല. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹേർട്ട് ആയതിനു ശേഷവും നിങ്ങൾ ഈ ജേർണിയിൽ വീണ്ടും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും. അത് നിങ്ങൾ മനഃപൂർവ്വം പോകുന്നതൊന്നുമല്ല, നിങ്ങളെ ഗോഡായിട്ട് വീണ്ടും നിങ്ങളെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കർമ്മ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, പലരും എന്നോട് വന്ന് പറയാറുണ്ട്, ലൈക്ക് എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല, അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവരെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പലരുടെ അടുത്തുനിന്നും പല റിലേഷനിലും നിന്നിട്ടുണ്ട്, പക്ഷേ എന്നെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജീസും ഉണ്ടായിട്ടില്ല. അത് മെയിനായിട്ടും നിങ്ങളെ വേറൊരാൾക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേർട്ട് ആക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഉണ്ടാവില്ല. കാരണം ട്വിൻ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ സെയിം സോളാണ്. അപ്പം അറിയാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് നല്ല ഐഡിയ ഉണ്ട് നിങ്ങളുടെ ട്രോമാസ് എന്താണ്, നിങ്ങൾ ഏത് പോയിന്റിൽ പറഞ്ഞാലാണ് നിങ്ങൾക്ക് വേദന എടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് പോയിന്റിൽ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് നന്നായിട്ട് അറിയാം. അവരുടെ സബ് കോൺഷ്യസിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന എൻറ്റയർ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ട് അവർ നൈസായിട്ട് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാവും. കാരണം ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ളതുമാണ് കേട്ടോ. ഓക്കെ, നമ്മളിനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മിററിങ്? 1 മിനിറ്റ്. മിററിങ് എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും ചെയ്യുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് എന്താ പറയുക ഹൈഡ് ചെയ്ത് വയ്ക്കാനില്ല. നിങ്ങൾ എത്രമാത്രം ട്രൂ സെൽഫിലിരിക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് സഫറിങ്, നിങ്ങളുടെ പെയിൻ കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതാ ഒരു പെയിൻ അല്ല, നിങ്ങളുടെ കൈ മുറിയുമ്പോൾ കിട്ടുന്ന ഒരു പെയിൻ. ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിനാണ്. നിങ്ങളുടെ സോൾ ലെവലിലുള്ള ഒരു പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. യെസ്, ആ ഒരു എനർജീസ്. സോ നിങ്ങൾ എപ്പോഴും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുക. ഇന്നോവോക്സ് അറിയത്തില്ലെങ്കിൽ ഇന്നോവോക്സ് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും കർമാസ് ചെയ്യുന്നുണ്ട്. ഈ സെപ്പറേഷൻ ഫേസ് ഒരിക്കലും എന്തായാലും മോശപ്പെട്ടിട്ടുള്ളൊരു ഫേസേ അല്ല. മനസ്സിലായോ? നിങ്ങൾ സെപ്പറേറ്റ് ആവുന്നത് നിങ്ങളുടെ കർമ്മകൾ ഫിനിഷ് ചെയ്യാനാണ്. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കർമ്മകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കർമ്മകൾ ഉണ്ടായിരിക്കാം. ഈ കർമ്മകളൊക്കെ നിങ്ങൾ ഈ പെയിൻ അനുഭവിക്കുന്നതിലൂടെ റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ഡിവൈൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങളെ വീണ്ടും റീകണക്ട് ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു ടൈമിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീകണക്ട് ആവുന്നുണ്ടാവും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട്. ബിക്കോസ് ഈ ഒരു ജേർണി നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കല്ല പോകുന്നത്, ഗോഡ് വിചാരിക്കുന്ന രീതിക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഡിസ്റെസ്പെക്റ്റ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം ജേർണിയിൽ. പക്ഷേ നിങ്ങൾ ഇതിന് മുമ്പ് ആരുടെ അടുത്ത് ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ഒന്നും സഹിച്ച് നിന്നിട്ടുണ്ടാവില്ല. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹേർട്ട് ആയതിനു ശേഷവും നിങ്ങൾ ഈ ജേർണിയിൽ വീണ്ടും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും. അത് നിങ്ങൾ മനഃപൂർവ്വം പോകുന്നതൊന്നുമല്ല, നിങ്ങളെ ഗോഡായിട്ട് വീണ്ടും നിങ്ങളെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കർമ്മ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, പലരും എന്നോട് വന്ന് പറയാറുണ്ട്, ലൈക്ക് എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല, അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവരെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ
പലരുടെ നിന്നും പല റിലേഷനിലും നിന്നിട്ടുണ്ട്. പക്ഷേ എന്നെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജീസും ഉണ്ടായിട്ടില്ല. അത് മെയിനായിട്ടും നിങ്ങളെ വേറൊരാൾക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേർട്ട് ആക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഉണ്ടാവില്ല. കാരണം ട്വിൻ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ സെയിം സോളാണ്. അപ്പം അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് നല്ല ഐഡിയ ഉണ്ട് നിങ്ങളുടെ ട്രോമാസ് എന്താണ്, നിങ്ങൾ ഏത് പോയിന്റിൽ പറഞ്ഞാലാണ് നിങ്ങൾക്ക് വേദന എടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് പോയിന്റിൽ അവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് നന്നായിട്ട് അറിയാം. അവരുടെ സബ് കോൺഷ്യസിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന എൻറ്റയർ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ട് അവർ നൈസായിട്ട് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാവും. കാരണം ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ളതുമാണ് കേട്ടോ. ഓക്കെ, നമ്മളിനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മിററിങ്? 1 മിനിറ്റ്. മിററിങ് എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും ചെയ്യുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് എന്താ പറയുക ഹൈഡ് ചെയ്ത് വയ്ക്കാനില്ല. നൈസായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ട്വിൻ ഫ്ലെയിമിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒന്നും ഹൈഡ് ചെയ്യാനായിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് മൈൻഡ് ഗെയിംസ് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫൂളാക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഫൂളാക്കാൻ പറ്റത്തില്ല. കാരണം ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് കുതന്ത്രങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പണിഞ്ഞ് വെക്കുന്നത് എല്ലാം നൈസായിട്ട് ഇവരുടെ മൈൻഡിൽ ഡയറക്റ്റായിട്ട് ഫീഡാവുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ തോട്ട്സും ഡയറക്റ്റായിട്ട് ട്വിൻ ഫ്ലെയിമിൻ്റെ മൈൻഡിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈൻഡ് ഗെയിംസ് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇവരുമായിട്ട് എനിക്ക് നോ കോണ്ടാക്റ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ എനിക്ക് എന്താ പറയുക, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇഗ്നോർ ചെയ്ത് വിടാം നൈസായിട്ട് ട്വിൻ ഫ്ലെയിമിനെ. അപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും. ഒരു എക്സാമ്പിളാണ്. അതുപോലെ നിങ്ങളുടെ ജേണി വെച്ചിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സെയിം കാര്യം അവർ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് അവർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് കൂടുതലായിട്ട് നമ്മൾ മിററിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ഓക്കെ, ട്വിൻ ഫ്ലെയിമിനെ മാരേജിന് ശേഷം ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ മാരേജിന് ശേഷം മീറ്റ് ചെയ്യുന്നതിന് മെയിൻ റീസൺ നിങ്ങൾ ആ ഒരു ടൈമിലാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു നിങ്ങളുടെ വൈബ്രേഷൻ്റെ കാര്യം. നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അട്രാക്ട് ചെയ്യുള്ളൂ. കാരണം ട്വിൻ ഫ്ലെയിം ഒരിക്കലും നോർമൽ സോളല്ല. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള നിൽക്കുന്ന മെയിൽ ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പുറകെ കുറേ ഗേൾസുകൾ ഇങ്ങനെ നല്ല ഫീമെയിൽ ആയിട്ടുള്ള DF എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, നിങ്ങളുടെ പുറകെ ഒത്തിരി ആളുകൾ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ നോർമൽ സോൾസ് ആണ്. ഒരിക്കലും നിങ്ങൾ ആ ഒരു എനർജിയിൽ അട്രാക്റ്റ് ആവുന്നേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സോളിന് എപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എന്താ പറയുക ഒരു നോർമൽ സോൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു ഇതായിരിക്കും, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും നൈസായിട്ട് ഒരു എനർജീസ്. സോ ആ ടൈമിലാണ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അട്രാക്ട് ചെയ്യാനുള്ളൊരു എനർജി. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാർമിക് പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് മാരേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡീലിങ്സ് ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് അത്രയും കർമ്മങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങൾ അത്രയും സഫർ ചെയ്ത് ഈ ഒരു മാരേജ് ലൈഫിൽ നിൽക്കുന്നുള്ളതും പ്ലസ് നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇന്നോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കാർമിക് പാറ്റേൺ ബ്രേക്ക് ആവും, നിങ്ങളുടെ മാരേജ് ബ്രേക്ക് ആവുന്നുണ്ടാവും, കാർമിക് പാർട്ട്ണർ റിലേഷനിൽ നിന്ന് പോകുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ട്വിൻ ഫ്ലെയിം? ഓക്കെ, ട്വിൻ ഫ്ലെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോപ്പറായിട്ടൊന്നും പറയാൻ പറ്റില്ല. പറയാൻ എനിക്ക് ആൻസർ ഇല്ലാത്തതുകൊണ്ടല്ല, കാരണം നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെപ്പറേഷൻ സ്റ്റേജ് ട്വിൻ ഫ്ലെയിം റീയൂണിയൻ എങ്ങനെയാണ്? സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾ റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ട. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ നിങ്ങൾ എന്താ സെപ്പറേറ്റ് ആവുക? സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇല്യൂഷനാണ്. ഒരിക്കലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതേ ഇല്ല. മനസ്സിലായോ? എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഉണ്ട്. അത് മനസ്സിലാക്കാം ഫസ്റ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി റിയലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം
നിങ്ങളും ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ വോൺസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും സെപ്പറേഷൻ ഫേസിലേക്ക് പിന്നെ പോയിട്ടുണ്ടാവില്ല. ഫിസിക്കൽ ലെവലിൽ ഓഫ് കോഴ്സ് പോയിട്ടുണ്ടാവും, ഓൺ ആൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. ഒരാഴ്ച നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ആഴ്ച വളരെ മോശമായിട്ട് പോകുന്നുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. പക്ഷേ സോൾ ലെവലിൽ നിങ്ങളുടെ സോൾ എപ്പോഴും ആ ഒരു ട്വിൻ സോളിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കത് ഇന്നോവോക്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല റിയലൈസേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, എൻ്റെ ട്വിൻ ഫ്ലെയിം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതൊരിക്കലും ഒരു സെപ്പറേഷൻ ഫേസിൽ പോലും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. ഇപ്പം റീയൂണിയന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോവോക്സ് ചെയ്യുക, ഓക്കെ, DMDF ബാലൻസിങ് ചെയ്യുക, ആൻഡ് കർമ്മ ക്ലിയറിങ് മെഡിറ്റേഷൻസ് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യുക. മിറർ എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ത് സിറ്റുവേഷൻസ് കൊണ്ടാണോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻസ് കൊണ്ടാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന ടൈമിലായിരിക്കും അവിടെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് ട്രിഗർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രിഗർ ആയിട്ടുണ്ടാവും. ആ ഒരു പോയിന്റ് എന്താണോ അതിനെ മിറർ എക്സസൈസ് വഴി ഹീൽ ചെയ്യുക കേട്ടോ. സിക്സ് മന്തായിട്ട് സെപ്പറേഷൻസ് ആണ്. ആദ്യം ഞാൻ ചേസറായിരുന്നു, മടുത്തു സറണ്ടർ മോഡും ഇപ്പോൾ റണ്ണർ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓക്കെ, അവർ തുറന്ന സംസാരത്തിന് വേണ്ടിയിട്ട് റെഡിയല്ല. അപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ഫേസിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഓഫ് കോഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ടോ അവരെ മീറ്റ് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്ന്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം DMDF ബാലൻസിങ് ആണ്. നിങ്ങൾ DMDF ബാലൻസിങ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്താണ് സെപ്പറേഷൻ ഉണ്ടായതിന് റീസൺ. ആ ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും മസ്റ്റായിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പോയിട്ടുണ്ടാവുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞു. നിങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം ആ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ പർപ്പസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഹീലാവാൻ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം ഹീലാവുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും വരുന്നുണ്ടാവും, റീയൂണിയൻ ആവുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മിറർ എക്സസൈസ് വഴി ഹീൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്വിൻ ഫ്ലെയിം നീലാകാശം പോലെയാണ്, എത്ര തേടി ചെന്നാലും അതിനെ കാണാനാവില്ല, എന്നാൽ അതവിടെ ഉണ്ടാവും. തേടി ചെല്ലേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം ട്വിൻ ഫ്ലെയിമിനെ. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിമാണ്, ശിവശക്തിയാണ്, ഇന്നൻ യാങ് ആണ്. സോ ഏതൊരു ട്വിൻ ഫ്ലെയിമും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഉണ്ട്. നിങ്ങൾ അവരെ വേറൊരു സോളായിട്ട് കാണുമ്പോഴാണ് ഇഷ്യൂസ്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് വന്നാലും എൻ്റെ ട്വിൻ ഫ്ലെയിം എൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയെന്ന് പറഞ്ഞാൽ എല്ലാവരും കരഞ്ഞു പോയി എന്നെല്ലാം വിളിച്ച് അവരെ ചേസ് ചെയ്ത് നടക്കുന്നവരായിരിക്കും മിക്കവരും. പക്ഷെ ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾ പ്രോപ്പറായിട്ട് ഹീലിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടൊരു നല്ലൊരു കോൺടാക്റ്റിൽ നിൽക്കാൻ പറ്റാത്തത്. നിങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ടാവും. കുറേ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫ് ലൈമിൽ ഇത്രയും എഫോർട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോലും എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അത്രയും നിങ്ങൾ കയ്യും കാലും പിടിച്ച് പ്ലീസ് എന്നെ ഇട്ടിട്ട് പോവില്ലേ, പ്ലീസ് എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ഇവർ നിൽക്കാത്തതിനൊരു മെയിൻ റീസൺ നിങ്ങൾ ഹീലല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ സബ് കോൺഷ്യസ്ലി ഹീലല്ല. അപ്പം നിങ്ങളുടെ മിസ്റ്റേക്സ് കൊണ്ടാണ് സെപ്പറേഷൻ ക്രിയേറ്റ് ആവുന്നത്. അപ്പം നിങ്ങൾ ഹീലാകുമ്പോഴേക്കും എന്താ പറയുക, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഹീലാവുന്നുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുക. ഇന്നോവോക്സ് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യുക, അനുലോം വിലോം ചെയ്യുക. ഓക്കെ, 7 ചക്ര ഹീലിങ്സ് ചെയ്യുക. 7 ചക്ര ഹീലിങ്സ് 7 ചക്ര ചെയ്യുമ്പോഴും DMDF ബാലൻസിങ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തന്നെ നല്ല ചേഞ്ചസ് ഫീൽ ചെയ്യും. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അനുലോം വിലോം ചെയ്യുക, 7 ചക്ര ചെയ്യുക, DMDF ബാലൻസിങ് ചെയ്യുക, കർമ്മ ക്ലിയറിങ് ചെയ്യുക, മസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ട്വിൻ ഫ്ലെയിമിനെ മാരി ചെയ്യാൻ പറ്റില്ലേ? യെസ്, പറ്റും. ഈ ഒരു എനർജീസ് നിങ്ങൾക്ക് മാരി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജി സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. കാരണം നിങ്ങൾ എന്താണോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sexual energy of TO. Sexual energy of TO. Of course, sexual energies വരാറുണ്ട്. ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ഫേസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. അത് മെയിനായിട്ടും അത് അങ്ങനെയാണ്. അത് നിങ്ങളുടെ സോളിൻ്റെ ഒരു എനർജീസാണ് സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത്.
കുറേയേറെ കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് സെക്ഷൽ എനർജിയെ കുറിച്ചിട്ട്. നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനോട് മാത്രം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സെക്ഷൽ എനർജി. പലരും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഒത്തിരി ഞാൻ റിലേഷൻസൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ എനർജിയാണ് എനിക്ക് എൻ്റെ ടിൻ ഫ്ലെയിമിനോട് വരുന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ 2 പാർട്ട്നേഴ്സിനും വരാറുണ്ട്. ഒരു വല്ലാത്തൊരു മാഗ്നറ്റിക് ഫുൾ അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക്. അത് നാച്ചുറലാണ്. അത് ഡിവൈനായിട്ട് സെക്ഷൽ എനർജി ഈസ് ഹീലിംഗ് എനർജി ഇൻ ടിൻ ഫ്ലെയിം ജേണി. അപ്പം നിങ്ങൾ ആ ഒരു എനർജി ഒരു മോശമാണ്. നിങ്ങളുടെ ടിൻ ഫ്ലെയിമിൻ്റെ കൂടെ നിങ്ങൾ ഇൻറ്റിമേറ്റ് ആവുന്നതും അതൊന്നും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ ടിൻ ഫ്ലെയിംസിൻ്റെ കൂടെ നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാർമിക് പാർട്ട്ണറിൻ്റെ കൂടെ നിങ്ങൾ സെക്ഷൽ റിലേഷൻ അല്ലെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. കാരണം നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ് നിങ്ങളെ എപ്പോഴും കംപ്ലീറ്റ് ആക്കുന്നത്. സോൾ എപ്പോഴും ആ ഒരു എനർജിയായിട്ട് കണക്റ്റ് ആവാനായിട്ടോ അവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിന് പോകാനായിട്ടും ആയിരിക്കും സോൾ ആഗ്രഹിക്കുന്നുള്ളത്. അത് വലിയൊരു ടോപ്പിക്കാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം ജേണിയിൽ. കാരണം അത് കുണ്ടലിനിയും നിങ്ങളുടെ 7 ചക്ര, നിങ്ങളുടെ TFൻ്റെയും നിങ്ങളുടെയും കുണ്ടലിനി അവേക്കനിങ്ങിന് വരാം. നിങ്ങളുടെ ടിൻ ഫ്ലെയിമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളുടെ കുണ്ടലിനിയും അവേക്കൻഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലരോട് ചോദിക്കാറുണ്ട്, മാം കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ സിംറ്റംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇവരുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കുണ്ടലിനി അവേക്കനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 7 ചക്രാസേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ആക്ടിവേറ്റ് ആവുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും ഒരു ഡേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.